അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ സ്ലീപ്പർ ബസ് നമ്മുടെ ഒരു പുതുപുത്തൻ അശോക് ലേലൻ്റെ പുതിയ വണ്ടിയാണ് നമ്മളൊന്ന് ഓടിക്കാൻ പോകണം കേട്ടോ. അത് സ്ലീപ്പർ വണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. ഓക്കെ, നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. വളരെ ഫോണൊക്കെ അടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ബ്രേക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. അതൊരു ഇതുണ്ടല്ലോ, നമ്മൾ ഡൗൺ ചെയ്തിട്ട് അതൊക്കെ വല്ലാത്തൊരു ഫീൽ. ഇങ്ങനെ നോക്കുമ്പോഴാണ് വണ്ടിയുടെ മൊത്തം ഒരു ഭംഗി അറിയാം. നമ്മളൊരു വണ്ടി നോക്കുമ്പോൾ അതിൻ്റെ മൊത്തം ഉണ്ടല്ലേ ഇങ്ങനെ എടുത്ത് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അപ്പോൾ സൈഡിൽ സുഖം തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ അപ്പർ ബെർത്ത്, ലോവർ ബെർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സൂചനാ ബോർഡുകൾ കാട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു തീമൊക്കെ നോക്കിയാൽ ഇതൊക്കെ വുഡൻ ഫിനിഷിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെയാണ് കഥ. എനിക്ക് ഇപ്പോൾ സർവീസ് ഫസ്റ്റ് സർവീസ് ഇനി കഴിഞ്ഞാലാണ് ഇതിൻ്റെ അല്ലേ ശരിക്കുള്ള പെർഫോമൻസ് ഒക്കെ കൂടുതൽ അറിയാൻ പറ്റും. ഇത് പൊള്ളാച്ചി നമ്മുടെ ബസ് സ്റ്റാൻഡ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. All the past and the pettiness. All the legend of the emptiness. Hilarious. You with my power and delirious. Mysterious. You are not an mysterious. You know I'll always be a bit superior. Get off of me. This ain't no humble brag. I want you to hear words. You can say them back. I want you to feel free from the chains that last. And to believe in what you got. You was built to last. Yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. No, I don't take shit. I got no എല്ലാവർക്കും നമസ്കാരം. വണ്ടി ബസ്സാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ് കേട്ടോ. പൊള്ളാച്ചിയിൽ വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ കുറേ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല നല്ല കണ്ടന്റുകളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 13 മീറ്റർ ലൈലൻഡ് ഒരു MR ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ വണ്ടി, ഒരു പുതുപുത്തൻ ഗ്രൂപ്പാണ്. അവർ 2 പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് അന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ പുറകിൽ കിടക്കുന്നതാണ് വണ്ടി. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി MR ഹോളിഡേയ്സ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു റോഡിൻ്റെ സൈഡിലാണ്. നമ്മൾ പാർക്കിംഗ് യാർഡിൽ നിന്ന് കുറച്ചും കൂടെ മാറി ഒരു നല്ലൊരു സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈഡിലൊരു കായലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പുളിമരമാണല്ലോ നമുക്ക് ഈ പൊള്ളാച്ചി ഭാഗത്ത് കാണും. പുളിമരത്തിൻ്റെ തണലിൽ ഒതുക്കിയിട്ട് കണ്ട വണ്ടിയിട്ടുണ്ട്. പുളിയൊക്കെ കുറേ മുറിച്ച് കളഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി MR ഹോളിഡേയ്സ്. അപ്പോൾ നമ്മളിത് ഒരു നൈറ്റ് സർവീസ് വണ്ടിയാണ്, ടൂറിസ്റ്റ് ബസ് അല്ല, നൈറ്റ് സർവീസ് വണ്ടിയാണിത്. പൊള്ളാച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്കാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ 2 വണ്ടി കൂടി ഇപ്പോൾ വരാണ്ട്. മുന്നേ ഇവർക്ക് ഭാരത് ബെൻസ് ഉണ്ടായിരുന്നു, ഇതേ രൂപത്തിൽ അല്ലെങ്കിൽ ഇതേ ബോഡി ഷേപ്പിലായിരുന്നു ആ വണ്ടി ഉണ്ടായിരുന്നത്. പക്ഷേ ആ വണ്ടി അവർ കൊടുത്തു. ഭാരത് ബെൻസ്
ലൈസൻസ് സെൻസറിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ആ വണ്ടി ഇവർ കൊടുത്ത് ഒഴിവാക്കി. ഇപ്പോൾ എന്നിട്ട് എടുത്ത വണ്ടിയാണ് ഈ ലൈലൻഡ്. അപ്പോൾ എന്താന്ന് പറഞ്ഞു വെച്ചാലേ നമ്മൾ ഇവർക്ക് 2 വണ്ടി അന്ന് ഓടിയിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അവർ ചെന്നൈക്ക് ഓടിയിരുന്നത്, നമ്മുടെ പൊള്ളാച്ചി ചെന്നൈ. പക്ഷെ ഇപ്പോൾ ഈ വണ്ടി ഓടുന്നത് ബാംഗ്ലൂരാണ്, ചെന്നൈ ബാംഗ്ലൂരാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് വിശദമായിട്ട് കിടക്കാം. അപ്പോൾ റോഡിൻ്റെ സൈഡായ കാരണം കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട് വരികയാണെങ്കിൽ MR ഹോളിഡേയ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ശ്രീ സെല്ല ദി അമ്മൻ തുണ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് MR ഹോളിഡേയ്സ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ വിൻഷീൽഡിൻ്റെ പോർഷൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള BS6 മോഡലിൽ നമ്മുടെ കെപ്പല്ല ബോഡി കെട്ടുന്നത് 13.5 മീറ്റർ പ്രകാശിൻ്റെ പുതിയ മോഡൽ വണ്ടിയാണ്. 13.5 മീറ്റർ വണ്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ക്ലാസ് വണ്ടിയാണ് കെപ്പല്ല മോഡൽ എന്ന് പറഞ്ഞാൽ. ഒറിജിനൽ കെപ്പല്ലയ്ക്ക് നല്ല വിലയുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഒരു 45 ലക്ഷത്തോളം ചേസിന് വില വരുന്നുണ്ടെങ്കിൽ ഒരു 40 ലക്ഷത്തോളം രൂപയോളം 35-40 വരെ ബോഡി കെട്ടാനും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോഡിക്ക് ഭയങ്കര വില കൂടിയ ബോഡിയാണ്. മറ്റുള്ള ബോഡി പോലെയല്ല, നമ്മൾ എല്ലാ ടൈപ്പ് ബോഡിയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ MGയുടെ വണ്ടിയാണെങ്കിൽ ഭാരത് ബെൻസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ബോഡികൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഗ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞ സ്ലീപ്പർ വണ്ടികളായിരിക്കും, നെറ്റ് കൂടിയ വണ്ടികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടസിൻ്റെ എന്നുള്ള വണ്ടികൾ. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഈസ്റ്ററിൻ്റെ ആണെങ്കിലും ലൈലൻഡിൻ്റെ ആണെങ്കിലും MG ബോഡി കെട്ടുമ്പോൾ അതിന് ലീറാസ് എന്ന് പറഞ്ഞ മോഡൽ ബോഡി നെയിം വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കെപ്പല്ല എന്ന് പറഞ്ഞൊരു മോഡൽ നെയിമാണ്. ഇപ്പോൾ MG ബോഡി കെട്ടി കൊടുക്കുന്നത് വോൾവോന് ഡ്രീംസ് എന്നും വോൾവോന് സ്റ്റാർസ് എന്നും മെഴ്സസ് ബെൻസിന് ഡ്രീംസ് എന്നാണ് പറയാറ് കേട്ടോ. പിന്നെ സട്ലജിൻ്റെ ബോഡി വരുന്നുണ്ട്. സട്ലജിൻ്റെ ബോഡിക്ക് 5 ലക്ഷത്തോളം രൂപ റേറ്റ് കൂടുതലാണ് താരതമ്യേന പ്രകാശനെക്കാട്ടും. പക്ഷേ ബോഡി വൈബ്രേഷൻ കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ താരതമ്യേന നോക്കുമ്പോൾ ഇപ്പോൾ ലൈലൻഡ് ആണ് നമുക്കിപ്പോൾ എവിടെ കൊണ്ടുപോയാലും നമുക്ക് പാർട്സ് കിട്ടാനും എല്ലാറ്റിനും സൗകര്യം, വണ്ടി എവിടെ നിന്നും കയറിപ്പോരും, വലിയ വിഷയമില്ല. പിന്നെ അതുപോലെ ബോഡിയും നമ്മുടെ പ്രകാശിൻ്റെ കെപ്പല്ല ഒരു ബിസിനസ് ക്ലാസ് വണ്ടിയാണ്, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് പ്രകാശ് കെപ്പല്ലയുടെ താഴെയായിട്ട് NJS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. ഫുൾ ഫോം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. താഴെ പ്രകാശ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള കെപ്പല്ലയുടെ ഒരു കണ്ണ് ഇങ്ങനെയാണല്ലോ വരുന്നത്. 3 പോട്ടഡോട് കൂടിയുള്ള ഹെഡ് ലാമ്പ്സും കാര്യങ്ങളും കാണുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കാണാൻ സാധിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു കണ്ണ് തുറന്നിരിക്കുന്ന കണ്ണായിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുക. MR ഹോളിഡേയ്സ് നല്ല രസമായിരിക്കുന്നുണ്ട്. ഈ കളറ് ഭയങ്കര ഒരു അട്രാക്റ്റീവ് കളറായിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 കൊമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് വണ്ടി ഓവറോൾ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു പ്രകാശിൻ്റെ ആ ഒരു ലോഗോയുടെ താഴെ കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കെപ്പല്ലയുടെ ആ ഒരു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഹണി കോം ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു ട്രാക്ഷൻ ഒരു എന്താ പറയുക എക്സ്ട്രാ ഒരു സംഭവമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടിയൊക്കെ ഒരു അഴകാക്കി എടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല, അതായത് ബമ്പറും കാര്യങ്ങളൊക്കെ. എന്തായാലും ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് ഫ്രണ്ട് ഭാഗത്തുനിന്ന്. അപ്പോൾ ഇനി ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകാം. സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടിപ്പിക്കലായിട്ട് കാണാൻ സാധിക്കുന്നത് ആ ഡ്രൈവർക്ക് കയറാനുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ്. ഇതാ ഹാൻഡിലർ എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് വൈക്കിംഗ് ചേസിലാണല്ലോ ഇതിൻ്റെ ഇത് വന്നേക്കണേ. അപ്പോൾ അതിലത്തെ ഞാൻ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വൈക്കിംഗ് ചേസിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ഈഡ്സിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 2 ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ സ്ഥിരം എപ്പോഴും പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് പറയാത്തത്. വീൽ സൈസ് 205/80 22.5 ഇതിൻ്റെ വീൽ സൈസൊക്കെ വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ഇതിന് വരുന്നത്. ഇതിന് ഫ്രണ്ട് വരുന്നത്. സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വണ്ടിയാണ്. ബാക്ക് എയർ ആണ് ഇതിന് സസ്പെൻഷൻ വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. വീൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ കാണാം. ബി റിച്ചർ വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് മെമ്മറീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. MR ഹോളിഡേയ്സ് ഫുൾ വായിക്കണം. MR ഹോളിഡേയ്സ് ബി റിച്ചർ വിത്ത് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. വുമൺ സേഫ്റ്റിയാണ്, സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന വണ്ടിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ആലി ജോച്ചേട്ടൻ്റെ വണ്ടി പോലെ. റീഷെഡ്യൂൾ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പീഡ് വൈഫൈ ആണ്, ചാർജിങ് പോർട്ടൽസ് ഉണ്ട്, CCTV ഉണ്ട്, ലൈവ് ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാണല്ലേ. പിന്നെ പണ്ടൊക്കെ എപ്പോഴും നമുക്ക് ഇപ്പോൾ നോർത്തേക്കൊക്കെ എപ്പോഴും ഉണ്ടാവും വാഷ്റൂമും അതുപോലെ എന്താ പറയുക മറ്റേ TV ഇൻബിൽറ്റ് ഹെഡ്സെറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ വൈഫൈ കൊടുത്താൽ മതി. എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കുറച്ച് നേരം വൈഫൈയിൽ മറ്റേ ഫ്രീ വൈഫൈ കിട്ടി അവർ കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞ് കിടന്നുറങ്ങും. അതിനെ ആവശ്യമുള്ളൂ ശരിക്കും പറയാച്ചാൽ. അപ്പോൾ എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബ്ലൂ തീമിലാണ് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ലൈബ്രറി വന്നേക്കണേ. പിന്നെ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക മാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്ലെയിൻ പറന്ന് പോണ പോലത്തെ ഒരു സംഭവം നന്നായിരിക്കുന്നുണ്ട് ഇതിൻ്റെ തീമൊക്കെ.
ബ്ലൂ വണ്ടി കാണുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ബ്ലൂ വണ്ടി നമ്മൾ ജീസസ് ബസ്സിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സീറ്റർ വണ്ടിയാണ്, 13.5 മീറ്ററിനെയാണ്. ഏഷ്യറാണ്. ഏഷ്യറിൻ്റെ ഇൻബിൽറ്റ് ഇതുപോലെ സ്ലീപ്പർ ഇറങ്ങുന്നുണ്ട്, സീറ്റർ വണ്ടി ഇറങ്ങുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ തൂമ്പോ ട്രാവൽസ് ഒരു വണ്ടി എടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരു ഇൻബിൽറ്റ്. അത് സ്ലീപ്പറല്ല, സീറ്റർ വണ്ടി. അപ്പോൾ പല ടൈപ്പ് വണ്ടികൾ ഇപ്പോൾ ചാകര പോലെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിൽ ഏതാണോ പിടിച്ച് നിൽക്കുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം. TN78MB9497 അതാണ് രജിസ്ട്രേഷൻ വരുന്നത്. ടൈം ഈസ് ഷോർട്ട്, ടേക്ക് ടൈം ടു ട്രാവൽ എന്നൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവറോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഒന്ന് വണ്ടി ഇവിടെ ഒരു കായലും കാര്യങ്ങളൊക്കെ കാണാം. സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് വണ്ടിയുടെ മൊത്തം ഒരു ഭംഗി അറിയാം. നമ്മളൊരു വണ്ടി നോക്കുമ്പോൾ അതിൻ്റെ മൊത്തം ഉണ്ടല്ലേ ഇങ്ങനെ എടുത്ത് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അപ്പോൾ സൈഡിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആണ്. ഇത് രാത്രി വണ്ടി ചെയ്യണം, എപ്പോഴാണ് ഭംഗി കിട്ടുള്ളൂ. പക്ഷേ രാത്രി നമുക്ക് അതിലൊരു സമയമില്ലാത്തത് കൊണ്ട് നമ്മളിതിലൊരു രാത്രി വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ യാത്രാ വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം. ഒരു കരിമന നിൽക്കണണ്ട. അപ്പോൾ ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു പോകുന്ന കാരണേ ചിലതൊക്കെ വിട്ടുപോകും. ബാക്കിൽ വരച്ച് നല്ല ഹൈറ്റാണ് വണ്ടി കേട്ടോ. അപ്പോൾ MR ഹോൾഡേഴ്സ് ടു ഫീൽ മോർ അലൈവ് എന്നൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രമാത്രം കാണും ഈ ക്യാമറയിൽ നിന്ന് അറിയില്ല കേട്ടോ. പിന്നെ അവരെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് ആണ് ഈ കാണുന്നത്. തുറന്നിട്ട് ഇരിക്കാനൊക്കെ പറ്റും, ഇതുകൂടെ കയറാനൊക്കെ പറ്റും. നമ്മൾ വണ്ടി പാർക്കാൻ സമയത്ത് തുറന്നിട്ട് ഇടുന്നത് എപ്പോഴും. പിന്നെ പ്രകാശിൻ്റെ ഒരു ലോഗോ, അവരുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺടാക്ട് നമ്പറാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേറെ നമ്പർ ഇടാൻ ഞാൻ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട്. പിന്നെ ടിപ്പിക്കലായിട്ട് ഇപ്പോൾ പ്രകാശിൻ്റെ ഈ ഒരു എന്താ പറയുക, അതിൻ്റെ ടൈൽ ലാംപ്സൊക്കെ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടി ടൈൽ ലാംപ്സൊക്കെ? നല്ല രസമില്ലേ കാണാനൊക്കെ ആയിട്ട്. അതിൽ ബ്രേക്ക് ലൈറ്റ്, പിന്നെ പാർക്ക് ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതുപോലൊരു 2 LED ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. കെപ്പല്ല എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം അവിടെ കാണാൻ സാധിക്കും. ഇത്രയ്ക്കൊക്കെയാണ് ബാക്ക് എന്നുള്ളൊരു കാഴ്ച കേട്ടോ. ബാക്ക് നമുക്ക് പറഞ്ഞാൽ ഒരുപാട് ബാക്കിലേക്ക് പോയാൽ അതിൻ്റെ ഒരു ഓവറോൾ അതിൻ്റെ ഹൈറ്റ് അറിയാൻ പറ്റില്ല. ഇത്ര ഹൈറ്റ് നോക്കിയ വണ്ടി, നല്ല ഹൈറ്റ് കൂടിയ വണ്ടി. ഒറ്റയ്ക്ക് വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുമ്പോഴാണ്. ഇതുപോലെ ചെറിയ റോഡ് കൂടെ ഒക്കെ പോരാൻ ഭയങ്കര പ്രയാസമാണ് വണ്ടി, വലിയ ഹൈറ്റ് അല്ലേ വണ്ടി. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതലൊന്നും നമുക്കിവിടെ എടുത്ത് പറയാനൊന്നുമില്ല. എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പുറത്ത് നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം എടുക്കുന്ന സമയം ഒരു 3:30-4 മണിയാണ്. ഈ 4 മണി നേരത്തെ എന്താ പ്രശ്നമല്ലേ, നമുക്കത് ഒരു അതിൻ്റെ പച്ചപ്പോ അല്ലെങ്കിൽ ഭംഗിയോ നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല. അത് കാരണം ആകെ ഒരു ബേൺ വരും, അതാണൊരു പ്രശ്നം. അപ്പോൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, മേത്തുകൂടെ കയറിയിട്ടാണ്. അപ്പോൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഡിസൈനിനെ കുറിച്ചിട്ടൊക്കെ, ഇങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നേരത്തെ അതിൽ എയറിൻ്റെ മറ്റേ ബാക്ക് എയർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് എയർ ബലൂൺസ് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്ന അറിയില്ല. എയർ ബലൂൺസും കാര്യങ്ങളൊക്കെ ആണ് ബാക്ക് വരുന്നത്. പിന്നെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഇതിൻ്റെ വേറെന്താ പറയാമെന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെയാണ് നമുക്കിനി കൂടുതൽ എടുത്ത് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഇതുപോലെയാണ് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, ഇങ്ങനെ എത്രയും സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ബ്ലാങ്കറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചേക്കണ നോക്കി, എത്ര ബ്ലാങ്കറ്റ്സ് നോക്കി. പിന്നെ സൂട്ട് കേസൊന്നും സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രാച്ച് മാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു പരിപാടിയാണ്, സ്ക്രാച്ച് മാറ്റാണ് കാണുന്നത്. പിന്നെ അപ്പുറത്തൊക്കെ സ്പേസ് ഉണ്ട്, ഇതൊക്കെ തുറന്ന് കാണിക്കുന്ന നേരെ ഒരുപാടാവും, അതൊന്നും തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ പറഞ്ഞത് എന്താ, നമ്മൾ മെക്കാനിക്കൽ ഭാഗമല്ല നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ലൈലൻഡിൻ്റെ അശോക് ലൈലൻഡിൻ്റെ 13.5 മീറ്റർ ചേസിൽ വരുന്ന വണ്ടിയാണിത്. ഇത് 4 സിലിണ്ടർ വണ്ടിയാണ് കേട്ടോ. അതുപോലെ 248 HP ആണ് ഹോഴ്സ് പവർ വരുന്നത്. 18,500 ഗ്രോസ് വെയിറ്റ് വരുന്നത്. 7000 വീൽ ബേസ് ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. 305 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. 45 ലിറ്ററാണ് എയർബൂ കപ്പാസിറ്റി. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. എയറാണ് ബാക്ക്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്, പിന്നെ റിട്ടാർഡ് ബ്രേക്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സോസ് ബ്രേക്ക് മറ്റേതുണ്ടല്ലോ, എല്ലാ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി പറയാം കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി ഉള്ളിലൊന്ന് കയറുകയാണ്. ഉള്ളിൽ കയറുക, എൻ്റെ അമ്മോ സൂപ്പർ അടിപൊളി. ഇതൊരു ഈവനിങ് ടൈമിലാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ വേറെ ലെവല്, വേറെ വൈബാവും കേട്ടോ വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ. ഇതിപ്പോൾ ലേറ്റ് നമുക്കിപ്പോൾ പകൽ ടൈമായ കാരണം, ഡേ ടൈമായ കാരണം നമുക്കിപ്പോൾ ഇതത്ര അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയില്ല. ഇതൊരു 6 മണി 7 മണി നേരത്തെ ഈ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ വേറെ ലെവലായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി നല്ല അടിപൊളിയാണ്. നല്ല ചില വണ്ടികൾ കയറുമ്പോൾ നമുക്ക് അതിനോടൊരു പ്ലസൻ്റ് അന്തരീക്ഷം ആ വണ്ടിയോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഈ വണ്ടിയിൽ കയറിയപ്പോൾ അങ്ങനെയാണ്, നല്ല രസമായിട്ട് തോന്നി. നല്ലൊരു ആംബിയൻസ് ഉണ്ട്, നല്ല മണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ വേറൊരു ലെവൽ വണ്ടിയിട്ട് ക്രീമാണ് ഇതിൻ്റെ ഒരു ഐവറി ടോണിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. പിന്നെ പുതിയ വണ്ടറും വേണം, 12 ദിവസമായിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ട് പുതിയ വണ്ടറും വേണം, അതൊരു ഇല്ലാത്തൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഒരു സ്ലീപ്പർ ഇതുപോലെ ലെവലിലൊക്കെ ഫുൾ ടീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ സ്ലീപ്പർ ഞാൻ നമ്മുടെ അഭിലാഷ് ചേട്ടൻ്റെ നമ്മുടെ എന്താ വണ്ടറുടെ പേര് ക്വസ്റ്റ്യൻ എക്സ്പ്രസ് നമ്മൾ ഓടിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടാൽ മതി. പക്ഷേ അതെന്താ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു പുതിയൊരു വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല, അത് പഴയൊരു വണ്ടിയായിരുന്നു, വീര ബിൽറ്റ്. പക്ഷെ ഇത് പുത്തൻ വണ്ടിയാണ്, അത് നമുക്ക് ചെയ്യാൻ കിട്ടുമ്പോൾ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓണർ സെന്തിൽ സാറിനോട് ഭയങ്കര താങ്ക്സ് പറയുകയാണ്. ഭയങ്കര ആൾക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഇതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അവർ പറയുമായിരുന്നു ഇതിൻ്റെ കിടക്കൊക്കെ നല്ല പുതുപ്പായുള്ള കിടക്കാണ് ഇവർ കണ്ടോ ഇവർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്രകാശ് കൊടുക്കണൊക്കെ ഇടയ്ക്കപ്പോൾ അത്ര നല്ലതായിരിക്കില്ല. പക്ഷേ ഇപ്പോൾ ഇവർ സ്പെഷ്യലായിട്ട് ഇതിൻ്റെ ബ്ലാങ്കറ്റ്സ് ആണെങ്കിലും അവരുടെ ഉണ്ടോ മുകളിൽ അവരുടെ MR ഹോൾഡേഴ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നോക്കിയേ നല്ല പില്ലോസാണ് കൊടുത്തേക്കണേ. അപ്പോൾ അതൊക്കെ ഇവർ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പല ആൾക്കാരും ഇതിൽ കയറിയതും കിടന്ന് ഉറങ്ങിപ്പോകുന്നു, അത്രയും സുഖം തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ അപ്പർ ബെർത്ത് ലോവർ ബെർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സൂചനാ ബോർഡുകൾ കാട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു തീമൊക്കെ നോക്കിയാൽ ഇതൊക്കെ വുഡൻ ഫിനിഷിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ ഈ ഒരു സൈഡ് ഇപ്പോഴത്തെ കപ്പലിലെ വണ്ടികളൊക്കെ ഇതുകൊണ്ടാണ് ഇത് നമ്മുടെ ഒരു ടൂറിസ്റ്റ് ബസ് പോലെ അല്ലല്ലോ, റേറ്റ് കൂടുതലാണ് ഈ ബോഡിക്ക്. മാത്രമല്ല സ്ലീപ്പർ വണ്ടി ഇപ്പോൾ ഒരു കാരവൻ സെറ്റപ്പിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റേറ്റാണ് ഇതിനൊക്കെ വരുന്നത്. നല്ല വിലയുണ്ട് വണ്ടികൾക്കൊക്കെ ബോഡി കെട്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് വുഡൻ ഫിനിഷിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും സൈഡിൽ നമുക്ക് U9, L9, ലോവർ 9, അപ്പർ 9 എന്നാണ് ഇതിൻ്റെ സൂചനാ ബോർഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെയുള്ള സ്ട്രിപ്പ് ലൈറ്റുകൾ നമുക്ക് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലല്ല 3 അല്ലേ, താഴെയും കൊടുത്തിട്ടുണ്ട് നോക്കിയേ. പിന്നെ ഇതുപോലെയുള്ള എന്താ പറയുക ഫുഡ് മാറ്റുകൾ ഇട്ടിട്ടുണ്ട്, അതും കാണാൻ നല്ല രസമായിട്ടുണ്ട്, നല്ല ചന്തമുണ്ട് കാണാൻ. ഇതൊക്കെ ഇപ്പോൾ വന്നാൽ കപ്പലിൻ്റെ ബോഡിയിൽ വരുന്ന സെറ്റപ്പുകളാണ് ഈ കണ്ടോ. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പുതിയൊരു കപ്പലയിൽ വരുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഉള്ളിലേക്ക് കണ്ട മാറ്റും കിടക്കയും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ TV കാര്യങ്ങളൊക്കെ നോർത്തിലുള്ളൂ, നമ്മുടെ ഏരിയയിലേക്ക് TV ഇപ്പോൾ ഇല്ല. ഇവിടെ ലഗേജ് ഒക്കെ വെക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കിലൊരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു, അത് എടുത്ത് കളഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞത്. അതിപ്പോൾ പല ആൾക്കാരും വന്ന് കിടക്കണതല്ലേ, അപ്പോൾ ഒരുമിച്ച് കിടക്കണം എന്നല്ല ഉണ്ടാവുക. പിന്നെ ചാർജും പോർട്ടൽസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഐവറി തീമിലാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ നന്നായിരിക്കുന്നുണ്ട്, നല്ല രസമായിരിക്കുന്നുണ്ട് ഇതിന് മെറ്റീരിയലൊക്കെ. പിന്നെ ഇവിടെ ഒരു ലൈറ്റിൻ്റെ അതിപ്പോൾ അവിടെ ഓഫ് ചെയ്ത കാരണം കത്തുന്നില്ല. പിന്നെ AC ഫ്ലോർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കണേ കേട്ടോ. നല്ലതായിരിക്കുന്നുണ്ട് വണ്ടി, നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ അറിയാത്ത ആൾക്കാരാച്ചാൽ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഈ കർട്ടൻ അവിടെ ഇട്ടിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് കിടക്കാം. പിന്നെ എല്ലാവരും സിംഗിൾ ബെർത്താണ്, ഇവിടെ ഒരു ഒറ്റ ബെർത്ത് കണ്ടില്ലേ, ഈ ഒരു ഒറ്റ ബെർത്ത് എല്ലാവരും നോക്കുക. ഈ ഒറ്റ ബെർത്ത് മതി ആണ് എല്ലാവരും വിചാരം. ഇപ്പോൾ ഇതിൽ കുറേ ഇതിങ്ങനെ ഭാണ്ഡം കെട്ടി വെച്ചേക്കണം നോക്കണ്ടത്, അത് അവിടെ ഇറക്കിയിട്ടാളതാണ്. ഞാൻ മുന്നേ വന്നിട്ട് വീഡിയോ എടുക്കാൻ കാരണേ, അപ്പോൾ ആ ഭാണ്ഡൊക്കെ അവിടെ ഊരി വെക്കും. അപ്പോൾ ഈ സിംഗിൾ ബെർത്താണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക, ഒറ്റയ്ക്ക് കിടക്കാമല്ലോ. ഞാനാണെങ്കിലും അങ്ങനെ വിചാരിക്കേണ്ട. പിന്നെ കോണി ഇതുപോലൊരു ലാഡർ മുകളിലേക്ക് കയറാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട് ഈ സൈഡിലേക്ക് ആയിട്ട് വെക്കാം. പിന്നെ വുഡൻ ഫിനിഷിനെയാണ് അടിയിലൊക്കെ കാണുന്നത്. ഓവറോൾ നല്ല അടിപൊളി സെറ്റപ്പ്, നല്ല വൈബ് വണ്ടി തന്നെയാണ് കേട്ടോ. സ്പീക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഹാമർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുക്കിലായിട്ട്. പിന്നെ നമുക്ക് ഡ്രൈവർമാർക്ക് ഉറങ്ങാനായിട്ട് ബാക്കിലത്തെ ഒരു സെക്ഷൻ ഡ്രൈവർമാർക്ക് ആയിരിക്കാം. 36 ബെർത്താണ് ഇതിൽ വരുന്നത്. 13 മീറ്റർ വണ്ടിയാണ്. പൊള്ളാച്ചി ബാംഗ്ലൂരാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇതിൽ ബുക്ക് ചെയ്യുക, അടിപൊളി പ്ലസൻ്റായിട്ട് പോവാം. എൻ്റെ പേര് പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചും കിട്ടും. പിന്നെ ഇവർക്ക് ഇനി 2 വണ്ടി വരുന്നുണ്ട്, അതും ചെന്നൈക്കായിരിക്കാം മേ ബി. അത് ഫുൾ ഓപ്ഷൻ ഒന്നുകൂടിയാണ്. ഫ്രണ്ട് ഇപ്പോൾ ഇത് ഡിസ്ക് അല്ല, മറ്റേത് അത് എയർ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഫ്രണ്ടും ബാക്കും എയർ സസ്പെൻഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടിയും രസമായിരിക്കും. ശരിക്കും ഫുൾ ടീ എയറുള്ള വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഇത് ജിങ്കയുടെ AC യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC ഒക്കെ നല്ല തണുപ്പാണ് കേട്ടോ, നേരത്തെ ഇട്ട് നോക്കി. അപ്പോൾ ഇപ്പോൾ ഇതിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് വേണ്ട വെച്ചിട്ട് ഇപ്പോൾ ഓഫ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇൻറ്റീരിയർ കാഴ്ചകളൊക്കെ കേട്ടോ. ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല, എത്ര കണ്ടാലും മതിയാവില്ല. ഞാൻ ആ ലൈറ്റ് ഇപ്പോൾ ഇതിൽ കറക്റ്റ് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ
ഈ ഒരു സമയം 3:30-4 മണിയല്ല, അതുകൊണ്ട്. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ, എമർജൻസി എക്സിറ്റ് പുറത്തുനിന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഇത് കാണാം. ഇത്രയ്ക്കൊക്കെയാണ് വേണ്ട ഉള്ളിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെയും ഒരു എമർജൻസി എക്സിറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതാ ഇവിടെ എല്ലാ ഇതിൻ്റെയും ഈ സൈഡിലായിട്ട് ഹാമർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും കാണാൻ പറ്റും ഹാമറുകൾ, ആ സൈഡിലും ഉണ്ട് ഹാമറുകൾ, കണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും ഇതിൻ്റെ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് തോന്നി എനിക്ക് ഈ വണ്ടി. ശരിക്കും നല്ല രസമായിട്ടുള്ള വണ്ടി. ഇവിടെ ഒരു വുഡൻ ഫിനിഷിലാണ്, കണ്ടില്ലേ, മരത്തിൻ്റെ ഒരു ഫിനിഷിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കർട്ടനും പിന്നെ ഇത് കിടക്കൊക്കെ ഒരേ തീം തന്നെയാണ്, കണ്ടില്ലേ. ഇതിപ്പോഴത്തെ ഒരു ഗോൾഡൻ തീമിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അഥവാ രാത്രി കാണണം വണ്ടി, എന്നാലാണ് അഴകാവുക. അതിന് ഓണറും പറഞ്ഞു രാത്രി വന്ന് എടുത്താൽ അടിപൊളിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വേണ്ട ഇൻറ്റീരിയർ കാഴ്ചകൾ കേട്ടോ. ഇനി നമുക്ക് ആ ഫ്രണ്ട് ക്യാബിനിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഭാഗത്ത് കൂടി നോക്കി അവിടുത്തെ കാര്യങ്ങൾ കൂടിയും പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്ത് വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ലൈലൻ്റാണ്, ടിപ്പിക്കൽ ലൈലൻറ്റിൻ്റെ ആ കാര്യങ്ങളൊക്കെ പഴയ കാലത്തൊക്കെ മാറി നമ്മുടെ റൂട്ട് ബസ്സിൻ്റെ ബാക്കിയുള്ള ലൈലൻ്റെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുള്ള പുതിയ മോഡൽ ലൈലൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഒരു ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്, നമ്മുടെ പോലെ തന്നെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൽ വൈപ്പറിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രൂയിസ് സെറ്റ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ക്രൂയിസ് കൺട്രോൾ സെറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് നമ്മുടെ പാസ്, മറ്റേ ഇൻഡിക്കേറ്റർ, പിന്നെ ഡിമ്മും ബ്രൈറ്റൊക്കെ ഉള്ളതാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 6+1 ആണ് ഇതിൻ്റെ ഗിയർ ലിവർ ട്രാൻസ്മിഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എസിയുടെ ഒരു യൂണിറ്റ്, പിന്നെ മുകളിൽ ക്യാമറയുടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയും കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം എടുത്ത് പറയുന്നില്ല. ക്ലസ്റ്റർ ചാവി ഓൺ ചെയ്തിട്ടില്ല. ചാവി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഡിജിറ്റലി അനലോഗലായിട്ട് ഇതിലെല്ലാം കാണാൻ സാധിക്കും. അവിടെ മീറ്റർ, അതുപോലെ RPM മീറ്റർ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡീസലിൻ്റെ ഒരു സൂചനാ ബോർഡും കൊടുത്തിട്ടുണ്ട്. ലൈലൻറ്റിൻ്റെ ഒരു എംബ്ലം കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ നമ്മുടെ ഇൻഹിബിറ്റ് സ്വിച്ച്, സ്റ്റാർട്ട്, അങ്ങനത്തെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇൻഹിബിറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഈ താഴെ കൊടുക്കുന്നതാണ് എഞ്ചിൻ ബ്രേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് റിട്രാഡറിൻ്റെ ഒരു സ്വിച്ചാണ്. ഇത് ഓൺ ചെയ്തിട്ടാണ് കിടക്കുന്നത്. റിട്രാഡർ ഓൺ ചെയ്താൽ മറ്റേത് ലിവറായിരുന്നു, ഇപ്പോൾ സ്വിച്ച് ഇട്ടാൽ മതി, അങ്ങനെ ഇട്ട് ഓടിക്കാം. പിന്നെ ഇത് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലെഫ്റ്റ് റൈറ്റ് ആ സ്വിച്ചാണ്. പിന്നെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറക്കാവില്ല. ഞാൻ മുന്നത്തെ ലൈലൻഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈലൻഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈൻ്റെ ബ്രേക്കും അല്ലെങ്കിൽ സഡൻ പിക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും ലൈനിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ലതാണ്. പിന്നെ ക്ലച്ച് ബ്രേക്ക് ഇങ്ങനെയാണ് വരുന്നത്, മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് കണ്ടില്ലേ അല്ലേ, ഇങ്ങനെയാണ് എൻ്റെ ക്ലച്ചും ബ്രേക്കും പെഡലൊക്കെ വരുന്നത്. പിന്നെ സൈഡിൽ ഡോറിൻ്റെ ഇങ്ങനത്തെ ഒരു ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഡോർ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഫസ്റ്റ് എയർ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈലൻഡ് പെട്ടെന്ന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എവിടെയും വഴിയിൽ കിടക്കില്ല. ആർക്ക് വേണമെങ്കിൽ വണ്ടി നമുക്ക് എവിടെ നിന്നും എടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഭാരത് ബെൻസ് അങ്ങനെ പറ്റുന്ന വണ്ടികളൊക്കെയാണ് വഴിയിൽ കിടന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കൂടുതൽ ഇങ്ങനത്തെ വണ്ടി എടുക്കുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് 25,000 രൂപ ഭാരത് ബെൻസിൻ്റെ അതിന് വരണമെങ്കിൽ ഇതിന് 10,000 വരുന്ന ലൈലൻഡിൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 10,000 രൂപയ്ക്ക് ഇത് മാറ്റിയിട്ട് പോരാൻ പറ്റും, മറ്റേത് അത് പറ്റില്ല. അപ്പോൾ ഇവർക്ക് ഭാരത് ബെൻസ് ഉണ്ടായിരുന്നു, അവർ കൊടുത്തതാണ്. അപ്പോൾ മുകളിൽ ഇതുപോലെ ഒരു എന്താ പറയുക എയർ പാസേജിൻ്റെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫാൻ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല അല്ലേ, ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂസ് ഒരു ലൈറ്റാണ് അവിടെ ടീമിൽ വന്നിട്ടുള്ളത്. രാത്രി എടുക്കണം, എന്നാലും അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. MR ഹോളിഡേയ്സ് കൊണ്ട് വെൽക്കം ചെയ്യണൊരു സൈൻ അവിടെ കാണാൻ സാധിക്കും. ഇത്രയ്ക്കൊക്കെയാണ് ഫ്രണ്ടിൽ. പിന്നെ പൈലറ്റിൻ്റെ സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നീക്കി വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്ലീപ്പർ, നമുക്ക് ഇവിടെ ഒരാൾക്ക് കിടക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമുക്ക് അങ്ങോട്ട് മറച്ചിട്ടുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ഒരാൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങി പോവാം. പിന്നെ ബസ്സായ കാരണം എന്താ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, കുപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കിടന്ന് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണത്തിൽ ലെങ്ത്തുള്ള വണ്ടിയായ കാരണം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കിയിട്ടില്ല ഞാൻ. ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഓണർ അവിടെ നിന്ന് കാണുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ കൺസോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. 6+1 ആണ് ലിവർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ വണ്ടി ഇത് ഓടിച്ച് നോക്കിയാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ചൂട് വരാതിരിക്കാനായിട്ട് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതുപോലെ റെക്സിനടിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ എങ്ങനെയാണ് ചെയ്തേക്കണേന്ന് ഒന്ന് കാട്ടിത്തരാം. കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ റെക്സിനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ.
അതാ സീറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, സീറ്റ് നമ്മുടെ സാധാ ഒരു സീറ്റല്ല, എയർ സീറ്റാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ മറ്റേ ടൈപ്പ് സീറ്റല്ല. എന്താ നമ്മുടെ ചൂരൽ സീറ്റല്ല ചെയ്തേക്കണേ. ശരിക്കും ചൂരൽ സീറ്റിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞല്ലേ, ചൂരൽ സീറ്റല്ല, ചൂരലിൻ്റെ അതുപോലെ തോന്നുന്ന സീറ്റ്, അതാണ് ഉദ്ദേശിക്കേണ്ടത്. അത് നമുക്ക് എത്ര ദൂരം ഓടിച്ചാലും നമുക്ക് ക്ഷീണം അറിയില്ല. അതാണ് ആ സീറ്റിൻ്റെ ഒരു ഗുണം. എന്തായാലും ഇത്രയുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പറ്റിച്ച വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ വിശേഷം കൂടി നമുക്ക് അറിയാം. ഓക്കെ. ഇവരുടെ ഓണറുടെ വീട് വരുന്നത് ഉദുമൽപേട്ടാണ് കേട്ടോ. MR ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ അവരുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് അവർ കൊടുക്കുന്നത്. പിന്നെ സ്നാക്സ് കൊടുക്കണില്ല, സ്നാക്സ് കൊടുത്താൽ ഉറുമ്പ് വരും, ഭയങ്കര പ്രശ്നമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് ഇല്ല, കോഫി പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ടിക്കറ്റ് റേറ്റൊക്കെ കുറച്ച് കിട്ടും. അപ്പോൾ ഇതിൽ ഒന്ന് എല്ലാവരും ഒന്ന് ബുക്ക് ചെയ്തിട്ടൊന്ന് കയറുക കേട്ടോ. നമ്മുടെ ഈ വണ്ടിയിൽ സപ്പോർട്ട് ചെയ്യുക വരാനെ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ സ്ലീപ്പർ ബസ് നമ്മുടെ ഒരു പുതിയ പുത്തൻ അശോക് ലേലൻ്റെ പുതിയ വണ്ടിയാണ് നമ്മൾ ഓടിക്കാൻ പോകണം കേട്ടോ. അത് സ്ലീപ്പർ വണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ സ്ലീപ്പർ വണ്ടിയാണ്. അപ്പൊ വയലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പുതിയൊരു മോഡല് എന്താ പറയാ, ഒരു വണ്ടിയെ ഓടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. എൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത് റിലീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇട്ടുണ്ടായി സീറ്റ് ബെൽറ്റ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ അത് ഇല്ല. അപ്പോൾ ഒന്നാ പോവല്ലെന്നാ അങ്ങനെ ഓടിക്കാൻ നല്ല മജയാണ്. നമ്മുടെ ഇതിലെ ആൾക്കാരെ ഞാൻ കാണിയില്ല. ഞാൻ വീഡിയോ വൈകിട്ടതിന് ശേഷം ഇതിലൊരു ഡ്രൈവർ ചേട്ടനൊന്ന് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹമാണ് ഈ വണ്ടി വീഡിയോ ഒക്കെ എടുത്ത് തരണേ. നമ്മുടെ വേറൊരു ചേട്ടൻ കൂടി ഉണ്ട്. ആ ചേട്ടനൊന്നും കാണിക്കേണ്ട പറഞ്ഞോണ്ടാണ് കാണിക്കാത്തത്. എന്നാലും ഞാൻ ഡ്രൈവർ ചേട്ടൻ എന്തെങ്കിലും കാണിക്കും. മുമ്പിലൊക്കെ എടുത്ത് തരണേ. അപ്പോൾ നമ്മുടെ പൊള്ളാച്ചി റോഡാണ്, ഒന്ന് കാട്ടി കൊടുത്തോളൂ. വണ്ടി നല്ല സഡൻ പിക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. വളരെ ഫോണൊക്കെ അടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ബ്രേക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. അതൊരു ഇതുണ്ടല്ലോ, നമ്മൾ ഡൗൺ ചെയ്തിട്ട് ഇങ്ങനെ അതൊക്കെ വല്ലാത്തൊരു ഫീൽ. ശരിക്കും സ്ലീപ്പർ ബസ് എടുക്കുന്ന നമ്മുടെ ലോങ് റോഡിലിങ്ങനെ ഓടിച്ചു പോകാന്ന് പറഞ്ഞാല് സത്യം എടുത്ത് നമുക്ക് ആ വണ്ടി എടുക്കണം. 2 വണ്ടി എടുത്തിട്ട് നമുക്ക് ഓടിക്കണം. അതെത്രയും പെട്ടെന്ന് ആവുന്നത്. നമ്മളിതിന്റെ ഓണറാണ് നമുക്ക് ഈ വണ്ടി തന്നത്. അപ്പൊ ആള് വളരെ സപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ തന്നെ ഒരുപാട് താങ്ക്സ് പറയാണ്. ഇപ്പൊ 6 വണ്ടി നമ്മളെല്ലാം ഈ റൂട്ട് നോക്കി ഒരു നല്ല കംഫർട്ടായിട്ട് വണ്ടി പോകുന്നുണ്ട്. നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. കണ്ടില്ല റോഡൊക്കെ ഇങ്ങനെയാണ്. ഈ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഡിഗ്രീസ് ഉണ്ടല്ലേ, ബാരിക്കേഡ്സുകൾ അതൊക്കെ ശ്രദ്ധിക്കണം. ആര് കൊടുക്കുമ്പോ അങ്ങനെ കണ്ടാ പോണ വണ്ടി. വലിയ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ എല്ലാവരും മാറിയിട്ട് നല്ല രസം. പിന്നെ ഇത് പറയല്ലേ ലൈലിന്റെ പേരും തന്നെ വീട്ടിലറിയുന്നുണ്ട്. താഴേക്ക് പുറത്ത് പോകുമ്പോൾ നമുക്ക് നമുക്ക് കംഫർട്ട് തോന്നുന്നു. കംഫർട്ട് സോണിലേക്ക് ഓടിക്കാൻ പറ്റുന്നത് ടൂറിസ്റ്റ് ബസ്സൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടി. സ്ലീപ്പർ എന്ന് പറയുമ്പോൾ അറിയാലോ, സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ ബുദ്ധാറ് കിടക്കുന്ന സ്ലീപ്പർ ഓടിക്കാന്ന് പറഞ്ഞാൽ ഒരു വൈബ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഓണർ നെയിം എന്നാന്ന് പറഞ്ഞ സെന്തിൽ. ഓക്കെ. സെന്തിൽ സാറാണ് നമുക്ക് വണ്ടി തന്നിട്ടുള്ളത്. അവരുടെ ഉദൽപേട്ടല്ലേ സ്ഥലം വരുന്നത്? അവരുടെ കോട്ടമംഗലത്താണ് അവരുടെ ഈ ഓണറെ വണ്ടിയുടെ സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോ നിങ്ങള് എന്താണ് NGS ഗ്രൂപ്പ് അല്ലേ?
NJS ഗ്രൂപ്പാണ്. NJS ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രാവൽ ചെയ്യാൻ, നമ്മളിതിൽ ട്രാവൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് നമ്മളെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ പോവാതെ. വേറെ ദിവസം നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ബാംഗ്ലൂർ വരെ ഇതിൽ യാത്ര ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടി അറിയാം. അപ്പോൾ അതുകൂടി നമുക്ക് അറിയണമെന്നായിരുന്നു. അതിൽ വണ്ടി സെറ്റാണ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വണ്ടിയാണ്. വണ്ടി ഓടിക്കാനും സെറ്റാണ്, സുഖമാണ്. അപ്പോൾ നല്ല ഗിയറൊക്കെ ക്ലീൻ കിട്ടുന്നുണ്ട്. ടൈമാണ്. പിന്നെ ലൈലൻഡിന്റെ ഒരു സൗണ്ട് അല്ലേ, അത് വല്ലാത്തൊരു ഹരം. latest model. Cummins A4. A4 engine. A4 engine അല്ലേ. ആള് നമ്മളെ പോലെ നല്ല കട്ട വണ്ടി ഭ്രാന്തനാണ്. ആള് നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ടെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കഥ. എനിക്ക് ഇപ്പോൾ സർവീസ്, ഫസ്റ്റ് സർവീസ് ഇനി കഴിഞ്ഞാലാണ് ഇതിന്റെ അല്ലേ ശരിക്കുള്ള പെർഫോമൻസ് ഒക്കെ കൂടുതൽ അറിയാൻ പറ്റും. ഇതിന്റെ പൊള്ളാച്ചി നമ്മുടെ ബസ് സ്റ്റാൻഡ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞല്ലോ, ഞാൻ പോണില്ലാന്ന് വെച്ചിട്ട് വേണമെന്നല്ല, ഈ പളനിമലയിലൊന്ന് പോകണം. അപ്പോൾ അത് കാരണമാണ് ഇവരുടെ കൂടെ ഞാൻ പോണില്ലാന്ന് വെച്ചത്. അല്ലെങ്കിൽ പോണ പരിപാടി ആയിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച നമ്മുടെ ഈ വണ്ടിയിലെ ഒരു യാത്രാ വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നല്ല റഷാണ് കേട്ടില്ല. ഇപ്പൊ ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വേറെ ദിവസങ്ങളില് ഒരു യാത്രാ വീഡിയോ, നമ്മുടെ ബാംഗ്ലൂർ പോണ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ലതാണ്. ബാക്കിലുള്ള ആൾക്കാർ വടക്ക് പറയും. ഈ സർക്കിൾ പൊള്ളാച്ചി സർക്കിളാണ് തൈ കാണുന്നത്. ടൈമിൽ നമ്മളിപ്പോ ഇത് ചെയ്യണത് രാത്രിക്ക് ഇനിയിപ്പോ ഈ വടം കൊണ്ടുപോയിട്ടിട്ട് വണ്ടിന് ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലെഫ്റ്റ് ആണല്ലേ? റൈറ്റാ? ആൾക്കാര് ഈ നേരെ കാരണം നല്ല തിരക്കാണ്. ഞാൻ ഇങ്ങനെ നിർത്താം. ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സൈഡിൽ നിർത്താം. ഓക്കെ, അപ്പോ കൊഞ്ചം മാറി. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നമ്മള് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യണം. അതിന്റെ ഗ്രോത്ത് ഒന്നും നമുക്കില്ല. ഞാൻ സത്യം പറഞ്ഞപ്പോൾ അടുപ്പിച്ച് വീഡിയോ ചെയ്ത് ഗ്യാപ്പ് ഇടുന്നതുകൊണ്ട് തന്നെ നല്ല കണ്ടന്റ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കുന്നത്. ഇപ്പൊ നല്ല കണ്ടന്റ് കിട്ടി നമ്മൾ ചെയ്തു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വണ്ടീനെ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ടിക്കറ്റ് എടുക്കുക, യാത്ര ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം. പിന്നെ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ എന്തെങ്കിലും അളവും കിട്ടും. അപ്പോൾ ഫുൾ സപ്പോർട്ട് കൊടുക്കണം, മറക്കല്ലേ. ഞാൻ ഇതിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി അടുത്തായിട്ട് നമ്മൾ അടുത്ത ആഴ്ചയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഒരാളെ കാണിക്കുന്നുണ്ട് വൈൻഡപ്പ് ചെയ്യാനൊക്കെ ഇടുമ്പോൾ. അതിന് മുന്നേ ഹാൻഡ് ബ്രേക്ക് ഒന്ന് എടുത്താൽ ഞാൻ ഇടല്ലേ, ഹാൻഡ് ബ്രേക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ചേട്ടനെ കാട്ടിത്തരാൻ വൈകി എടുത്താൽ നേരമേ. എന്താ ചേട്ടന ഉങ്ക നെയിം? കവി എരസൻ. ഇദ്ദേഹമാണ് കേട്ടോ ഈ വണ്ടിയിലെ നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത്ര നേരം നമുക്ക് വീഡിയോ എടുത്തന്നെ. വേറൊരു ചേട്ടനും കൂടി ഉണ്ട്. ഉങ്ക നെയിം കൂടി ചൊല്ലുങ്കോ? പാർത്ഥിപൻ. அவங்க ഈ രണ്ടുപേരും നല്ല അരുമയാണ് സപ്പോർട്ടുള്ള ആൾക്കാർ. ഇന്തമാതിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. നല്ല സപ്പോർട്ടാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ വുമൻസ് സപ്പോർട്ട്. ഇവർ ഡ്രിങ്ക്സ് സ്മോക്ക് ഒന്നും ഇല്ലാതെ നല്ല ആൾക്കാരാണ്. നല്ല ഡ്രൈവറാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഡ്രൈവ് എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഷെയർ ചെയ്യാൻ അടുത്ത വീക്കിൽ നമുക്ക് ഇതിൽ യാത്രാ വീഡിയോയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഓണറുടെ അടുത്ത് സ്പെഷ്യൽ താങ്ക്സ് പറയണം. അപ്പോൾ ഒരുപാട് താങ്ക്സ് അണ്ണ. അപ്പോൾ അടുത്ത വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചോ, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്ക് നൽകാനും ബൈ. നമസ്കാരം. വണ്ടി ബസ്സാൻ.